ഹായ് ഹലോ, ഇനി നമ്മൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയാലോ. അതിനായി ഒരു മൺചട്ടി എടുക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മീഡിയം സൈസ് സവോള ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സവോള വഴണ്ട് വരുന്നത് വരെ ഇളക്കിയെടുക്കണം. സവാള എല്ലാം ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി വഴണ്ട് വരണ്ട, അതിന് മുന്നേ തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മസാല എല്ലാം ഇതിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാവണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ ഉപ്പെല്ലാം നന്നായിട്ട് എല്ലായിടത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു മൂടി വെച്ച് നമുക്ക് ഒരു അരമണിക്കൂറോളം വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് പിന്നെ വേവിച്ചെടുക്കണം. അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവ് പോരാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറിയൊരു ഗാർണിഷിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.